ഹായ്. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മരുഭൂമി യാത്രയുടെ കഥയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കാണണം. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നൊരു ഡെസേർട്ട് സഫാരിയുടെ കഥയാണ്. UAE വന്നപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഡെസേർട്ട് സഫാരിയിൽ പോകണം എന്നുള്ളത്. അത് കഴിഞ്ഞ വർഷം സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇതൊരു പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു പോക്കായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് സണ്ണിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടാ നമുക്കിന്നൊന്ന് ഡെസേർട്ട് സഫാരിക്ക് പോകാം. അപ്പോൾ റെഡി ആയിക്കുമെന്ന് പറഞ്ഞു. നേരെ റൂമിൻ്റെ താഴെ നിന്ന് ഒരു ടാക്സി എടുത്ത് അൽവഹദ മാളിൻ്റെ അവിടേക്ക് പോയി. അവിടെയാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് അവരുടെ ഈ ഒരു പാക്കേജ് നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ അവർ നേരെ വന്നിട്ട് അൽവഹദ മാളിൻ്റെ അവിടെ നിന്ന് നമ്മളെ കൂട്ടും. എല്ലാവരെയും കൂട്ടിയിട്ട്, അതായത് കുറച്ചധികം ആൾക്കാരുണ്ടാവും, എല്ലാവരെയും കൂട്ടിയിട്ടാണ് അവർ ഈ ഒരു ഡെസേർട്ടിലേക്ക് പോകുന്നത്. അബുദാബിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരം യാത്രയുണ്ട് ഈ ഒരു മരുഭൂമിയിലേക്ക്. അങ്ങനെ ഇവർ കറക്റ്റ് സമയത്ത് തന്നെ എത്തി, ഞങ്ങളും അവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഇവരെല്ലാവരും കൂടെ യാത്ര അങ്ങോട്ട് തിരിച്ചു കേട്ടോ. സത്യം ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മരുഭൂമിയുടെ ഏകദേശം ഒരു ചിത്രം വ്യക്തമായി തുടങ്ങി. ഇവിടെ മുതലാണ് ആ ഒരു മണലാരണ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ സിനിമകളിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇവിടുന്ന് നേരെ തിരിഞ്ഞാൽ കയറുന്നത് ആ ഒരു ഡെസേർട്ട് സഫാരിയുടെ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് മുതൽ നമ്മുടെ ടാറിട്ട റോഡ് കഴിയും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചില ഫാം ഹൗസുകൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതാണ് അവസാനത്തെ ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത്. കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ശരിക്കുമുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് ആ കാറ് കാണുന്നില്ലേ, അവിടേക്കാണ് നമ്മൾ ഈ ഒരു ബസ്സിൽ പോവുക. അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാറ് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും കാറ് വന്നു. ഈ കാറിലാണ് നമ്മൾ നേരെ ഡെസേർട്ട് സഫാരിയുടെ ആ ഒരു ക്യാമ്പിലേക്ക്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സഫാരിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു മരുഭൂമി കഥയാണ്. ഒരു മരുഭൂമി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു കിടിലൻ അടിപൊളി ഡെസേർട്ട് സഫാരി. സത്യത്തിൽ കഴിഞ്ഞ വർഷം വന്നതാണ്, പക്ഷേ ഒരിക്കൽ കൂടി വരണം എന്നുള്ളൊരു അതിയായ മോഹം കൊണ്ട് വീണ്ടും വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നുള്ളത്. ഇതാണ് പിള്ളേച്ച നമ്മളെ പറപ്പിക്കാൻ പോകുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഓരോ യാത്രയും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. സാറല്ലേ, ആക്ച്വലി നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്. അതായത് നമ്മളെ ആ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്ര മാത്രമാണിത്. ആ ബസ് നിർത്തിയ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 2 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമ്പിലേക്ക് എത്തുട്ടോ. ഇതാണ് മെയിൻ ക്യാമ്പ് ഡെസ്റ്റിനേഷൻ. ഈ ഒരു സഫാരിയിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് VIP പാക്കേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം റൈഡുണ്ട്. ബാക്ക് സീറ്റിലെ യാത്ര എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി ഒരു റൈഡിൽ കയറിയ ഒരു ഫീലാണ്. എന്തായാലും നടുവൊക്കെ ഒരു ലെവലായിട്ടുണ്ട്. ആ റൈഡിന് ശേഷം നമ്മൾ ഇതുപോലൊരു മരുഭൂമിയിൽ ഒറ്റ നടുക്ക് കൊണ്ടുവിടും കേട്ടോ. ദൂരെ കാണുന്ന ഒരു ഫാം ഹൗസ് ആണ്, അതല്ലാതെ വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ വിജനത മാത്രം. അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു റൈഡ്. നമ്മുടെ കൂടെ VIP പാസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് 2 ഫാമിലീസ് ആയിരുന്നു. ഒന്നെന്ന് പറഞ്ഞൊരു ഫിലിപ്പിനോ ഫാമിലിയും മറ്റൊന്നൊരു ആഫ്രിക്കൻ ഫാമിലിയും ആയിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് പകരം മറ്റു കുറച്ച് ആൾക്കാരെ അവിടെ ഇറക്കിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ബായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത റൈഡിന് വേണ്ടി സെറ്റായിട്ടുണ്ട്. ഒരു റൈഡ് കഴിഞ്ഞു, 8ാമത്തേതാണ്. അത്ര ബാക്ക് ഫീൽ കിട്ടുക. അതിങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് പോയതാണ്.
കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇതിലങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് എപ്പോഴും സേഫ്. അതായത് ഈ ഒരു ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. പക്ഷേ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സഫാരിയുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ തന്നെ ഇരിക്കണം കേട്ടോ. അവിടെയാണ് കുറച്ചധികം ഒരു കുലുക്കും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഇരിക്കേണ്ടത് ബാക്കിൽ തന്നെയാണ്. VIP പാസിൽ അനുവദിച്ച ഒരു 20 മിനിറ്റിലുള്ള ആ ഒരു സഫാരി റൈഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു ക്യാമ്പ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റൈഡിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. National bird of UAE, okay? Falcon. I put your hand, shoulder. അപ്പോൾ ഇങ്ങനെ ഫാൽക്കണെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വീഴില്ല. ഏത് ഫാൽക്കണെ എടുക്കണോ വേണ്ടയോ? സത്യം പറഞ്ഞാൽ പുള്ളി മലയാളം സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാനങ്ങ് എന്താ പറയുക അന്തം വിട്ടു കേട്ടാ. പക്ഷേ പുള്ളി മലയാളത്തിലേക്ക് സംസാരിച്ച് നമ്മളിങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. പക്ഷെ ഞങ്ങൾ നിന്നു കൊടുത്തില്ല. കാരണം അതിനും എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഈ ഒരു VIP പാസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ബൊഫേ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക ബൈക്ക് റൈഡ് കൂടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല തൊട്ടടുത്ത് ഇപ്പോൾ ഒരു എന്താ പറയുക അറബിക് കോസ്റ്റ്യൂമിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഈ ഒരു പാക്കേജിൽ സാധിക്കും. കൂടാതെ ഒരു കുഞ്ഞു ക്യാമൽ റൈഡും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്ന ഏരിയ ആണ് നൈറ്റ് പെർഫോമൻസ് നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നോർമൽ പാസ് ഉള്ളവർക്ക് ഇരിക്കേണ്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അറബിക് സ്റ്റൈലിൽ കെട്ടാൻ വേണ്ടി സനലിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് ഒരു 35 രൂപയാണ് അതിൻ്റെ എക്സാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. 30 രൂപയ്ക്ക് നമ്മളത് സെറ്റാക്കി അവനത് കെട്ടി. അതിനുശേഷം നമുക്ക് എന്താ പറയുക ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ബൈക്ക് റൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ആദ്യം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലോണം വളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂവ് ആവില്ല. അപ്പോൾ ഈ ഒരു ചേട്ടൻ വന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു ചേട്ടൻ വരും, ആ പുള്ളിക്കാരൻ വന്നിട്ടാണ് ഈ ഒരു ബൈക്കിനെ മറ്റൊരു ബൈക്ക് വെച്ചിട്ട് എന്താ പറയുക പ്രസ് ചെയ്ത് അതിനൊന്ന് ശരിയാക്കിയെടുത്തത്. ഈ ഒരു ബൈക്കിൻ്റെ പേര് ക്വാഡ് ബൈക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ടെക്നിക്ക് ആ ബ്രോ കാണിച്ചു. അതിന് ശേഷം നമ്മളെന്തായാലും സ്മൂത്തായിട്ട് ആ ഒരു എന്താ പറയുക ക്വാഡ് ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്വാഡ് ബൈക്ക് ഓടിക്കണം എന്നും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഇത്തവണ സാധിച്ചു. ഇങ്ങനെ ഒരു ഡെസേർട്ട് സഫാരിയുടെ പാക്കേജ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം കുറേ ആൾക്കാർ പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി മാത്രം ഇങ്ങനെയൊരു എന്താ പറയുക റൈഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി പറയുകയൊക്കെ ചെയ്യും. ചില ആൾക്കാർ, എല്ലാവരും അല്ല. അതുപോലെ തന്നെ ചില റൈഡിൻ്റെയൊക്കെ റേറ്റ് കൂടുതലായിട്ട് പറയുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ അവർ തരാതെയും ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം 20 മിനിറ്റത്തെ ക്വാഡ് ബൈക്ക് റൈഡിന് ശേഷം നമ്മൾ പോയത് നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു ക്യാമൽ റൈഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. പൊളിയാണ് സത്യം പറഞ്ഞാൽ. ക്യാമൽ കയറാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു അനക്കവും അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും ഉള്ളൊരു അനക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ
അടുത്ത പോയത് ഒരു ഡെസേർട്ട് സ്കേറ്റിങ്ങിലേക്കാണ്. അതായത് ഇവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡ്സ്, കുറച്ചധികം സ്കേറ്റിംഗ് ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് ഓടിക്കാൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ പണി പാളിപ്പോയി. അത് അത്രയും സ്മൂത്ത് ആയിരുന്നില്ല. അതിന് കുറച്ച് ഗ്രിപ്പുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു സ്ലൈഡിൽ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഒട്ടാൻ പോകുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും തോൽവി സമ്മതിച്ച് ആയുധം വെച്ച് കീഴടങ്ങി. ഇത്രയായിരുന്നു പാക്കേജസിൽ ഉൾപ്പെട്ടിരുന്ന റൈഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഫുഡ് അടിയിലേക്ക് പോവാം. ഓൾമോസ്റ്റ് എല്ലാ അറബിക് ഡിഷസും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റാർട്ടേഴ്സ്, അതുപോലെ തന്നെ സാലഡ്സ്, റൈസ്, അറബിക് റൈസ് ഉണ്ട്. അതുപോലെ തന്നെ ബാർബിക്യൂ, സ്പെഷ്യൽ ആയിട്ടുള്ള ബാർബിക്യൂവും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂടെ ഒരു ഫിലിപ്പിനോ ഫാമിലി കൂടെ നമ്മുടെ എന്താ പറയുക ടിക്കറ്റ്സ്, VIP ടിക്കറ്റ്സിലുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിഷ് ചെയ്തു കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു സെൻട്രൽ സ്റ്റേജിലെ പെർഫോമൻസസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനിയുള്ളത് ഫയർ ഡാൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെല്ലി ഡാൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ റമദാൻ സമയം ആയതുകൊണ്ട് അവിടെ ബെല്ലി ഡാൻസ് ഇല്ല എന്നാണ് അവർ അനൗൺസ് ചെയ്തത്. അതോടുകൂടി എല്ലാവരും ഡെസ്പായി പോയി. When you do the breakdown and when you got your ass out, now I know you want to see the car. Look the way you ഏകദേശം 7:30 ആകുമ്പോഴത്തേനും പ്രോഗ്രാംസ് എല്ലാം കഴിയും കേട്ടോ. നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 9:30 ആയിരിക്കും. അതായത് എവിടെ നിന്നാണോ നമ്മളെ പിക്ക് ചെയ്തത് അതേ സ്ഥലത്ത് അവർ ഒരു 9:30 ആകുമ്പോഴത്തേനും നമ്മളെ എത്തിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത്. UAE വന്നിട്ട് ഇതുവരെ പോകാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തവണെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.